പുളിഞ്ചിക്ക എടുക്കാനായിട്ട് വന്നതാണ്. പുളിഞ്ചിക്കയെന്ന് തന്നെയാണോ എല്ലായിടത്തും പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ പുളിഞ്ചിക്കയെന്നാണ് പറയുന്നത്. ഇലിമ്പം പുളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തായാലും പുളിഞ്ചിക്കയെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പുളിഞ്ചിക്ക എന്നാണ് എല്ലായിടത്തും പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് പുളിഞ്ചിക്ക വലിയതാണ് കേട്ടോ, വലിയ പുളിഞ്ചിക്കയാണ്. അപ്പോൾ അത് കുറച്ചെടുക്കാം. അച്ചാറും ഇടും, അതുപോലെ മീനിൻ്റെ ഉള്ളിലൊക്കെ ഇടുവേ. മീൻ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുളിക്ക് വേണ്ടിയിട്ട് ഇടാറുണ്ട്. ഞാൻ കുറച്ച് പുളിഞ്ചിക്ക എടുക്കട്ടെ. ഇത് ഇങ്ങനെ വലിയ കൊലകളായിട്ടാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ വലുതായിട്ട് എല്ലാവരും എടുക്കാറില്ല. അതിങ്ങനെ കൊല കുത്തി കായ്ക്കും കേട്ടോ, നിറയെ ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉണക്കിയും കൂടെ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ വെയിലുള്ളത് കാരണം ഉണക്കിയും വയ്ക്കാം. ഇതിങ്ങനെ കുറേയൊക്കെ കൊഴിഞ്ഞു പോകാറുമുണ്ട്, പിന്നെ കുറേയൊക്കെ എടുക്കാറുമുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇല്ലാത്ത സമയത്ത് അച്ചാറിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉണക്കിയും വയ്ക്കാം. ഞാനിപ്പോൾ ഉണക്കുന്നില്ല, കുറച്ച് ഉപ്പിലിടാൻ വേണ്ടി മാത്രമാണ്. രണ്ടോ മൂട്ടിലും കൂടി ഇങ്ങനെ താഴത്തൂടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി കുറച്ചെടുക്കട്ടെ. താഴെ അറ്റം വരെ ഉണ്ട് കേട്ടോ, ഈ ചെടിയുടെ അങ്ങ് താഴെ വരെ ഉണ്ട്. ഇത് 2 മരങ്ങളുണ്ട് കേട്ടോ പുളിഞ്ചിയുടെ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.